Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 2 years after dog bite. ഡോഗ് ബൈറ്റ് എന്നാൽ നായയുടെ കടി. നായയുടെ കടിയേറ്റ് 2 വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു യുവാവ് ഡൈസ് ഓഫ് റാബീസ്. റാബീസ് എന്നാൽ പേപ്പട്ടി വിഷം എന്നുള്ള അർത്ഥമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു യുവാവ് നായയുടെ കടിയേറ്റ് 2 വർഷങ്ങൾക്ക് ശേഷം പേവിഷബാധയേറ്റ് മരണപ്പെടുന്നു. ഇതാണ് തലക്കെട്ട്. ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം, മരണപ്പെട്ടു എന്ന് വായിക്കണം. അപ്പോൾ ഇത് ഡൈഡ് എന്ന് വായിക്കണം. റാനിപ്പെറ്റ്. ആഫ്റ്റർ ബീയിങ് ബിറ്റൺ ബൈ എ സ്ട്രേ ഡോഗ്. സ്ട്രേ ഡോഗ് എന്നാൽ തെരുവുനായയുടെ കടിയേറ്റ് 2 വർഷങ്ങൾക്ക് ശേഷം, അറൗണ്ട് 2 years ago, ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് തെരുവുനായയുടെ കടിയേറ്റത്. an 18-year-old youth. 18 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ഫ്രം ആരക്കോണം ഡൈഡ്. ആരക്കോണത്തിൽ നിന്നുള്ള 18 വയസ്സുള്ള യുവാവ് ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കടിയേറ്റു. അദ്ദേഹം മരണപ്പെട്ടു. ഡൈഡ് ഓഫ് റാബീസ്. പേപ്പട്ടി വിഷബാധയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. ഏർലി ഓൺ സൺഡേ, ഞായറാഴ്ച ദിവസം രാവിലെ. അറ്റ് ദ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇൻ ചെന്നൈ. ചെന്നൈയിലെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം ഞായറാഴ്ച ദിവസം രാവിലെ പേപ്പട്ടി വിഷബാധയേറ്റ് മരണപ്പെട്ടത്. അക്കോർഡിംഗ് ടു ദ ആരക്കോണം ടൗൺ പോലീസ്. ആരക്കോണം ടൗൺ പോലീസ് പറയുന്ന വിവരമനുസരിച്ച് ദ വിക്ടിം, ഈ മരണപ്പെട്ട വ്യക്തി ജെ ദിവ ഓഫ് ബാലാജി നഗർ ഇൻ മോസൂർ വില്ലേജ്. മോസൂർ വില്ലേജിലെ ഈ പ്രദേശത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജെ ദിവ എന്നാണ്. അദ്ദേഹം വാസ് ദ ഓൺലി സൺ ഓഫ് ജംബുലിംഗം ആൻഡ് ബേബി. ജംബുലിംഗത്തിൻ്റെയും ബേബിയുടെയും ഏക മകനാണ് ഈ മരണപ്പെട്ട ജെ ദിവ. ബോത്ത്, രണ്ടുപേരും, മാതാപിതാക്കളായിട്ടുള്ള അച്ഛനും അമ്മയും രണ്ടുപേരും ഡെയിലി വേജ് ഫാം ലേബേഴ്സ്. ഡെയിലി വേജ് എന്നാൽ ദിവസക്കൂലിക്കാരായിട്ടുള്ള ഫാം ലേബേഴ്സാണ്, ഫാം ജോലിക്കാരാണ്. ഹി ഹാഡ് കംപ്ലീറ്റഡ്. അദ്ദേഹം, ഈ മരണപ്പെട്ട വ്യക്തി ഹാഡ് കംപ്ലീറ്റഡ് ക്ലാസ് 12 അറ്റ് ദ മോസൂർ ഗവൺമെൻറ് സ്കൂൾ. മോസൂർ ഗവൺമെൻറ് സ്കൂളിൽ വെച്ചാണ് +2 12ാം തരം പൂർത്തീകരിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം 12ാം തരം പൂർത്തീകരിച്ചത്. അക്കോർഡിംഗ് ടു എക്സ്പേർട്സ്, വിദഗ്ധർ പറയുന്ന വിവരമനുസരിച്ച് ദി ഇൻക്യുബേഷൻ പീരിയഡ് എന്നാൽ അർത്ഥം ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ലക്ഷണങ്ങൾ കാണിക്കാൻ എടുക്കുന്ന സമയം എന്നുള്ള അർത്ഥമാണ് ഇൻക്യുബേഷൻ പീരിയഡ് ഫോർ ദ റാബീസ് വൈറസ്. ഈ പേപ്പട്ടി വിഷം ഈ വൈറസ് ശരീരത്തിൽ ഏറ്റതിന് ശേഷം ഈ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാനുള്ള സമയം. ദ ടൈം ടേക്കൺ ഫോർ ദ ഇൻഫെക്ഷൻ, ഈ ഇൻഫെക്ഷന് പുറത്ത് കാണിക്കാനുള്ള സമയം. To show its symptoms can vary widely from days to even a few years. ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് ദിവസങ്ങൾ മുതൽ കുറച്ച് വർഷങ്ങൾ വരെ എടുത്തേക്കാം. അത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ, ഈ വൈറസിൻ്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാം. ചിലപ്പോൾ എന്താകും, അത് വർഷങ്ങൾ പോലും എടുത്തേക്കാം. ഡിപ്പെൻഡിങ്, അത് ആശ്രയിക്കുന്നത്, സ്വാധീനിക്കുന്നത് ഓൺ ദ ബൈറ്റ് ലൊക്കേഷൻ ആൻഡ് വൈറൽ ലോഡ്. ബൈറ്റ് ലൊക്കേഷൻ എന്നാൽ കടിയേറ്റ സ്ഥലം, വൈറൽ ലോഡ് എന്നാൽ വൈറസിൻ്റെ അളവ്. വൈറസിൻ്റെ അളവിനെ അനുസരിച്ചും അതുപോലെ കടിയേറ്റിട്ടുള്ള സ്ഥലത്തിനെയും അനുസരിച്ചായിരിക്കും അതിൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനുള്ള സമയം ആശ്രയിക്കുന്നത്. അതിനൊക്കെ അനുസരിച്ചാണ്, എവിടെയാണ് കടിച്ചത്, അതുപോലെ എത്ര ലോഡ്, എത്ര അളവ് വൈറസ് ശരീരത്തിലേക്ക് കടന്നു, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആശ്രയിച്ചിട്ടാണ് എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക എന്ന് അടിസ്ഥാനപ്പെടുത്തുന്നത്. അതിനൊക്കെ സ്വാധീനിച്ചിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇതാണ് വിദഗ്ധർ പറയുന്ന വിവരം. ടു ഷോ എന്നാൽ കാണിക്കാൻ, ഇറ്റ്സ് സിംറ്റംസ് എന്നാൽ ഇതിൻ്റെ
രോഗലക്ഷണങ്ങൾ. ദ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഇൻ റാണിപ്പെട്ട്. റാണിപ്പെട്ടിലെ ഹെൽത്ത് ഡയറക്ടറായിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടറായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞു ദാറ്റ് ദിവ വാസ് ഇനിഷ്യലി ടേക്കൺ ടു ദ ആരക്കോണം GH ഓൺ സാറ്റർഡേ. ഈ ആരക്കോണത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ ഇനിഷ്യലി എന്നാൽ ആരംഭത്തിൽ അദ്ദേഹത്തെ ഈ ദിവ എന്ന പേരുള്ള മരണപ്പെട്ട വ്യക്തി ഈ വ്യക്തിയെ കൊണ്ടുപോയി ഓൺ സാറ്റർഡേ ശനിയാഴ്ച വൈകുന്നേരം വിത്ത് കംപ്ലയിൻസ് ഓഫ് ഫീവർ ഫോർ ദ പാസ്റ്റ് 2 days. പാസ്റ്റ് 2 days എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ, ഫീവർ എന്നാൽ പനി. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുള്ള പനിയെ തുടർന്നാണ്, ഈ പനി കാരണമാണ് അദ്ദേഹത്തെ GH ജനറൽ ഹോസ്പിറ്റലിലേക്ക് ശനിയാഴ്ച വൈകുന്നേരം കൊണ്ടുപോയത്. പ്രാരംഭഘട്ടത്തിൽ അദ്ദേഹത്തെ അവിടേക്കാണ്, ഈ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. റാബി സിംറ്റംസ്. പേവിഷബാധയുടെ സിംറ്റംസ്, ലക്ഷണങ്ങൾ. ക്യാൻ അപ്പിയർ. അത് അപ്പിയർ എന്നാൽ കാണപ്പെടുക, അത് കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ. ഫ്യൂ ഇയേഴ്സ് ആഫ്റ്റർ ബൈറ്റ്. കടിയേറ്റതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പോലും ഈ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒഫീഷ്യൽ സോഴ്സസ് സെഡ്. ഔദ്യോഗിക സ്രോതസ്സുകൾ പറഞ്ഞു, ഇറ്റ് ഈസ് അൺക്ലിയർ. ഇത് വ്യക്തമല്ല. അൺക്ലിയർ എന്നാൽ വ്യക്തമല്ല. ഇറ്റ് ഈസ് അൺക്ലിയർ. ഇത് വ്യക്തമല്ല. ഇഫ് ദ ബോയ് വാസ് എൻറ്റയർലി അൺവാക്സിനേറ്റഡ് ഫോർ ദ ബൈറ്റ്. ഈ കടിയേറ്റതിന് അവൻ പൂർണ്ണമായും വാക്സിൻ എടുക്കാതിരുന്നോ? ഓർ അതല്ല, ഇഫ് ഹി ഹാഡ് ഫെയിൽഡ് ടു കംപ്ലീറ്റ് ദ ഫുൾ വാക്സിനേഷൻ കോഴ്സ്. വാക്സിൻ എടുത്തെങ്കിൽ അത് പൂർണ്ണമായും പൂർത്തിയാക്കാതിരുന്നോ, ആ കോഴ്സ് പൂർത്തിയാക്കാതിരുന്നോ എന്നുള്ളതും വ്യക്തമല്ല. വൈൽ എക്സാമിനിങ് ദ യൂത്ത്. യുവാവിനെ പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർമാർ കണ്ടെത്തി ദാറ്റ് ഹി വാസ് ഡിസോറിയൻറ്റഡ്. ഡിസോറിയൻറ്റ് എന്നാൽ ഇവിടെ ബോധമില്ലാത്ത അവസ്ഥ എന്നുള്ള അർത്ഥം. വൈൽ എക്സാമിനിങ് ദ യൂത്ത് ഡോക്ടേഴ്സ് ഫൗണ്ട് ദാറ്റ് ഹി വാസ് ഡിസോറിയൻറ്റഡ്. ആ യുവാവിനെ പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർമാർ കണ്ടെത്തി അദ്ദേഹം ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്ന്. ഓൺ ലേണിംഗ് അബൌട്ട് ഹിസ് ഹിസ്റ്ററി. അവൻ്റെ ചരിത്രം, അവൻ്റെ ഈ കഥ അറിഞ്ഞതിന് ശേഷം, അതിനെപ്പറ്റി അറിയുന്നു. ഓഫ് എ സ്ട്രേ ഡോഗ് ബൈറ്റ്. നായയുടെ കടിയേറ്റ ഈ കാര്യം മനസ്സിലാക്കുന്നു. എറൗണ്ട് 2 years ago. 2 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് നായയുടെ കടിയേറ്റിരുന്നു എന്നുള്ള കാര്യം അവർ അറിയുന്നു. അതിനെ തുടർന്ന് സസ്പെക്റ്റഡ്, അവർ സംശയിച്ചു, റാബീസ് റിലേറ്റഡ് ബ്രെയിൻ ഫീവർ ആൻഡ് റിഫേർഡ് ഹിം ടു ദ തിരുവല്ലൂർ GH. പേവിഷബാധ ഏറ്റിട്ടുള്ള മരണം ബ്രെയിൻ ഫീവറാണ് എന്നുള്ളത് അവർ സംശയിക്കുന്നു. ഡോക്ടേഴ്സ് സംശയിച്ചു. അങ്ങനെ അദ്ദേഹത്തെ തിരുവല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഹി വാസ് ഡയഗ്നോസ്ഡ്. ഡയഗ്നോസ് എന്നാൽ രോഗം നിർണ്ണയിക്കുക എന്നുള്ള അർത്ഥം. ഹി വാസ് ഡയഗ്നോസ്ഡ്. അദ്ദേഹത്തിൻ്റെ രോഗം നിർണ്ണയിച്ചു വിത്ത് റാബീസ്. പേവിഷബാധ ഏറ്റിട്ടുള്ളതാണ് എന്ന് രോഗലക്ഷണങ്ങൾ കൊണ്ട് അത് നിർണ്ണയിച്ചു. ദർ ആൻഡ് ലേറ്റർ റിഫേർഡ് ടു ദ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ. മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പേവിഷബാധ ഏറ്റതാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു. ആൻഡ് ലേറ്റർ, അതിനുശേഷം റിഫേർഡ് ടു ദ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ, രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ദി ഒഫീഷ്യൽ ടോൾഡ് TNIE, ഈ ന്യൂസ് ഏജൻസിയോട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹെൽത്ത് ഒഫീഷ്യൽസ്, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദിവ വാസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് വിത്ത് സ്ട്രേ ഡോഗ്സ്. ഫോണ്ട് ഓഫ് എന്നാൽ ഇഷ്ടമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ദിവ വാസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് വിത്ത് സ്ട്രേ ഡോഗ്സ്. തെരുവ് നായകളുടെ കൂടെ കളിക്കുന്നത് ദിവക്ക് ഇഷ്ടമായിരുന്നു. ആൻഡ് ഹാഡ് ഓഫൺ ബീൻ സീയിങ് ഡൂയിങ് സോ. അവനെ പലപ്പോഴും അങ്ങനെ കളിക്കുന്നതായിട്ട്
കണ്ടെത്തിയിട്ടുണ്ട്. അവന് തെരുവ് നായകളുടെ കൂടെ കളിക്കുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ പലപ്പോഴും അങ്ങനെ തെരുവ് നായകളുടെ കൂടെ അവൻ കളിക്കുന്നതായിട്ട് അവനെ കണ്ടിട്ടുണ്ട്. ഈവൻ ദ അറ്റൻഡൻസ് എന്നാൽ പരിചരിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ്. ഈവൻ ദ അറ്റൻഡൻസ് വേർ നോട്ട് ഷുവർ, അവനെ പരിചരിക്കുന്നവർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. വെൻ എക്സാക്ട്ലി ദ ബൈറ്റ് ആൻഡ് ഹാഡ് ഒക്കേർഡ്, ഈ കടി എപ്പോഴാണ് സംഭവിച്ചത്, ഈ കടി എപ്പോഴാണ് കൃത്യമായിട്ട് ലഭിച്ചത്, കടി കിട്ടിയത് എന്നുള്ള കാര്യം അവനെ പരിചരിക്കുന്നവർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. ഈവൻ ദ അറ്റൻഡൻസ് വേർ നോട്ട് ഷുവർ വെൻ എക്സാക്ട്ലി ദ ബൈറ്റ് ഹാഡ് ഒക്കേർഡ്. വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ദ യൂത്ത് ഡിഡ് നോട്ട് ഇൻഫോം, ഈ യുവാവ് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവൺ, ഒരാളെയും. ഓർ ടേക്ക് ഇറ്റ് സീരിയസ്ലി, അദ്ദേഹം ഇത് ഗുരുതരമായിട്ട് ഇത് എടുത്തിരുന്നില്ലേ, കടിയേറ്റിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരാളെയും അത് അറിയിച്ചിട്ടുമുണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രോപ്പർ വാക്സിനേഷൻ ഈസ് ക്രൂഷ്യൽ എന്നാൽ പ്രധാനമായ എന്നുള്ള അർത്ഥം. അത് വളരെ നിർണായകമായതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോപ്പറായിട്ടുള്ള വാക്സിൻ എടുക്കുക എന്നുള്ളത്. ശരിയായിട്ട് വാക്സിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ് റേബീസ് സിംറ്റംസ് ക്യാൻ അപ്പിയർ ഈവൻ ദ ഫ്യൂ ഇയേഴ്സ് ആഫ്റ്റർ ദ ബൈറ്റ്. ആയതുകൊണ്ടാണ് ശരിയായിട്ട് വാക്സിൻ എടുക്കൽ നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം. ആസ് റേബീസ് സിംറ്റംസ്, ഈ വേപ്പട്ടി വിഷബാധയുടെ ലക്ഷണങ്ങൾ ക്യാൻ അപ്പിയർ, അത് കാണാൻ സാധ്യതയുണ്ട്, പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഈവൻ എ ഫ്യൂ ഇയേഴ്സ് ആഫ്റ്റർ ദ ബൈറ്റ്, ഈ കടിയേറ്റതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പോലും ഈ വേപ്പട്ടി വിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയായിട്ട് വാക്സിൻ എടുക്കൽ എന്ന് പറയാനുള്ള കാരണം. ദി ഒഫീഷ്യൽ സെഡ്, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് ആൻഡ് ഫോർമർ ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഡോക്ടർ കെ കൊളണ്ടസ്വാമി സെഡ്, ഇദ്ദേഹം പറഞ്ഞു. ഫോർമർ എന്നാൽ മുൻ ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഡോക്ടർ കെ കൊളണ്ടസ്വാമി സെഡ്, അദ്ദേഹം പറഞ്ഞു. ദി ഇൻക്യുബേഷൻ പീരിയഡ്, ഈ രോഗലക്ഷണങ്ങൾ കാണിക്കാനുള്ള സമയം, അതിൻ്റെ കാലാവധി. ഓഫ് ദ വൈറസ് ക്യാൻ ബി ഫ്രം 10 days to a few years, അത് 10 ദിവസങ്ങൾ മുതൽ അല്ലെങ്കിൽ 10 ദിവസങ്ങൾ മുതൽ തൊട്ട് കുറച്ച് വർഷങ്ങൾ വരെ എടുത്തേക്കാം. അതിനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ 10 ദിവസങ്ങൾക്കുള്ളിൽ 10 ദിവസങ്ങൾ മുതൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ വരെ ഈ രോഗലക്ഷണങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹം പറഞ്ഞു.